സുനാമിക്കാലത്ത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെയും മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും പ്രവർത്തനങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. സുനാമിയെ പ്രതിരോധിക്കാൻ ഇന്നും വിശദമായ പഠനങ്ങളും പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് അമ്മ ചാൻസലറായ അമൃത സർവകലാശാല. സുനാമി ലാബ് അടക്കം വിപുലമായ ക്രമീകരണങ്ങളാണ് അമൃത വിശ്വവിദ്യാപീഠത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. സുനാമി ആഞ്ഞടിച്ചപ്പോൾ മുതൽ അമ്മ നേതൃത്വം നൽകി നടപ്പാക്കിയ രക്ഷാപ്രവർത്തനങ്ങളും തുടർന്ന് മാതാ അമൃതാനന്ദമയി മഠം നടത്തിയ സേവന പ്രവൃത്തികളും വിദേശ രാജ്യങ്ങളിലടക്കം പഠന വിഷയമാണെന്ന്. നിരവധി വൈദേശികരാണ് ഇന്നും ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ആവിഷ്കരിച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ സുനാമി പഠനരംഗത്തെ എക്കാലത്തെയും മികച്ച മാതൃകയായി മാറി. ഇനിയൊരു സുനാമി ആഞ്ഞടിച്ചാലും ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആലപ്പാടിനെ പ്രാപ്തമാക്കുന്ന ആശയങ്ങളാണ് അമ്മ അവതരിപ്പിച്ചത്. അമ്മ മുന്നോട്ട് വെച്ച ഇത്തരം ആശയങ്ങളെ ക്രിയാത്മകമായി ശാസ്ത്രീയ സംവിധാനങ്ങളെ അവലംബിച്ച് അവതരിപ്പിക്കാൻ വിദഗ്ധമായ പഠനങ്ങളുമായി മുന്നേറുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. മിക്ക പഠനങ്ങളും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റും അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫീച്ചേഴ്സ് ഡീനുമായ ഡോക്ടർ മനീഷ വി രമേശിന്റെ നേതൃത്വത്തിലാണ് അമൃത വിശ്വവിദ്യാപീഠം സുനാമി പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അമ്മ ചെയ്ത ഓരോ ആക്ടിവിറ്റീസിലും നമ്മൾ പ്രധാനമായി കണ്ടത് അമ്മ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനൊപ്പം കമ്മ്യൂണിറ്റി റെസിലിയൻസും കൂടെ ഒന്നിച്ച് ജനങ്ങളുടെ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സും കൂടെ നോക്കിയാണ് അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിയത്. ഇത് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അമ്മ ചെയ്തതും. അത് അമ്മ ചെയ്തതിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ വളരെ സ്വിഫ്റ്റ് റെസ്പോൺസ് ആയിരുന്നു അമ്മ ചെയ്തത്. വേറൊരു പ്രധാന ഭാഗം നമ്മൾ കണ്ടത് ഇൻക്ലൂസീവ്നെസ്സാണ്. അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തിയാണ് ചെയ്തത്. ഓഷൻ ആസിഡിഫിക്കേഷൻ്റെ ഒരു ലാബ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ തുടങ്ങി അതിൽ കൂടുതൽ PhD സ്റ്റുഡൻസിനെ വർക്ക് ചെയ്യിപ്പിച്ച് എങ്ങനെയാണ് ഓഷൻ എക്കോസിസ്റ്റത്തിൽ ഉള്ള ലിവിങ് ബീയിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാനുള്ളതും തുടങ്ങി. ഇത് കൂടാതെ സുനാമി നാളെ വന്നാലോ എന്നുള്ള രീതിയിൽ സുനാമിയുടെ ഒരു ലാബിൻ്റെ കൺസ്ട്രക്ഷനും ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് അമ്മയുടെ ഗൈഡൻസ് അത് വിവരണാതീതമാണ്. അമ്മ അത്ര ആഴത്തിലിറങ്ങി നമ്മളോട് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമ്മളതനുസരിച്ച്, ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എവിടെ സെൻസർ ഇടണം, എത്ര ആഴത്തിലിടണം, ഏത് ഭാഗത്താണ് അത് പൊടിയാൻ സാധ്യതയുള്ളത്, ഇതെല്ലാ കാര്യത്തിലും അമ്മ അതിനകത്ത് ഇൻവോൾവായിരുന്നു. സുനാമിക്ക് ശേഷം സമുദ്ര പഠനങ്ങളിൽ അമൃത കൂടുതൽ ശ്രദ്ധ ചെലുത്തി. ഇതിനായി ഇൻകോയിസുമായി അമൃത വിശ്വവിദ്യാപീഠം ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. സുനാമി പഠനങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും വിദഗ്ധരായ വൈദേശികരെയടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര സുനാമി കോൺഫറൻസിന് പോലും അമൃത വിശ്വവിദ്യാപീഠത്തിൽ വേദിയൊരുങ്ങി. തദ്ദേശീയരുടെ സഹകരണത്തോടെ അമൃത വിശ്വവിദ്യാപീഠം തയ്യാറാക്കിയ സുനാമി മാപ്പിംഗ് ദുരന്ത സമയങ്ങളിൽ രക്ഷാമാർഗങ്ങൾ ഒരുക്കാൻ ഏറെ സഹായകരമാകുന്നതുമാണ്. ഇങ്ങനെ സുനാമിയെ ചെറുക്കാൻ ആവുന്നതെല്ലാം ആവോളം ഒരുക്കിയുള്ള അമൃത സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ മികച്ച മാതൃകയായി ലോകശ്രദ്ധ നേടുകയാണ്. പ്രതിവാളത്തുകളോടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.